ഹലോ നമസ്കാരം. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഫസ്റ്റ് കാണാത്തവർ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം കാണാം. ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പരീക്ഷ പാസ്സാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി ഉള്ള ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുക. അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ പരീക്ഷ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ച മാർക്ക് കിട്ടും. മേ ബി എല്ലാവർക്കും ഒരേ മെമ്മറി ലെവലോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലോ ഒന്നും ആവണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറഞ്ഞ സാധനം ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കേണ്ടി വരും. ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടൊന്നും ബോധേഡാവണ്ട. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സപ്ലി ഉള്ള കുട്ടികൾക്കാണല്ലോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുന്ന കുട്ടികൾക്കാണല്ലോ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പേപ്പർ ഫെയിലായ പേപ്പറിൻ്റെ സിലബസുകൾ കളക്ട് ചെയ്യുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് QT ആയിക്കോട്ടെ, FM ആയിക്കോട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്നുള്ളതിന് സിലബസ് ഫസ്റ്റ് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രൈമറി ആയിട്ടുള്ളൊരു ഡ്യൂട്ടി. കാരണം നിങ്ങൾക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് പഠിക്കണം ആദ്യം. മനസ്സിലായില്ല? നിങ്ങൾക്ക് 5 മൊഡ്യൂൾസ് ഉണ്ടാവുക, അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ്, നിങ്ങളെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഉണ്ടാവും. ഇപ്പം ഞാൻ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, പാർട്ട് 1 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. 3 മാർക്കിൻ്റെ 8 അങ്ങനെയുള്ള 8 ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വന്നിട്ട് 15 ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ച് കിട്ടിയാൽ നിങ്ങൾ പാസ്സാവും. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും എസ്സേക്ക് 1 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാവും ആവറേജ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നിങ്ങളുടെ ടാസ്ക്. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റഡി പ്ലാൻ വേണം. ഈ പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞത് രാവിലെ എത്ര മണിക്ക് വേണ്ടി കുളിച്ച് മാറ്റി അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഇത്ര ദിവസം എനിക്ക് ഇന്ന സബ്ജക്റ്റ് പഠിക്കാൻ വേണം. ഈ രീതിക്കുള്ള ഒരു ചെറിയൊരു പ്ലാൻ, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്നാണല്ലോ പ്ലാനിങ്ങിൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ടൈം ആവുമല്ലോ ഞാൻ പഠിക്കാൻ എടുക്കുന്ന സമയം. അപ്പം നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നൊരു പ്ലാൻ ഉണ്ടാക്കുക. തേർഡ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് പഠിക്കേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾ QT ആണെങ്കിൽ QTയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള സിലബസ് വെച്ചുള്ളൊരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ വേണം. പുസ്തകങ്ങളോ ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഗ്രൂപ്പ് കൂടി ഷെയർ ചെയ്യുന്ന എന്താ പറയുക ബിറ്റൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഏതായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന മെറ്റീരിയൽസ്, പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? ഇനി അഞ്ചാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ സബ്ജക്റ്റിനും ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളുണ്ടാവും, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ജേണൽ ലെഡ്ജർ ഇങ്ങനെ പോകുന്നുണ്ട്. മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ 4 പീസ് വരുന്നുണ്ട്. ഇൻകം ടാക്സ് ആണെങ്കിൽ 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ടാവും. അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി നോക്കുക. അത് നിങ്ങൾ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, ഓൾ സിലബസ് വെച്ചിട്ട് നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പം ഞാൻ ക്ലാസ് എടുത്ത് തരികയാണെന്നുണ്ടെങ്കിലും ഏതൊരാളാണെങ്കിലും നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് കീപ്പിംഗ് ഗ്രോയിങ് കസ്റ്റമേഴ്സ് ത്രൂ കമ്മ്യൂണിക്കേറ്റിംഗ് ഡെലിവറിങ് കസ്റ്റമർ സുപ്പീരിയർ വാല്യൂസ്, ഇതാണ് മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു 4 പീസ് പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ, ആ സംഭവം, അതൊക്കെ നിങ്ങളൊരു ഷോർട്ട് നോട്ടാക്കിയിട്ട്, വലുതാക്കിയിട്ട് ഒരു ബുക്ക് പോലെ ഒന്നും വേണ്ട, ഒരു A4 2 ചെറുതാക്കി ഒരു ഷോർട്ട് നോട്ട് പോലെ ആക്കി വെക്കുക. എന്നത് പെട്ടെന്ന് വായിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കണം. നിങ്ങൾ എത്ര പഠിക്കുന്ന ആളാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യണത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസും നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ മെൻ്റലി ഇതിന് പ്രിപ്പയർ ചെയ്യുക. മെൻ്റലി പ്രിപ്പയർ ചെയ്യുക വെച്ചെങ്കിൽ പരീക്ഷ ആൾക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായിട്ടൊന്നും, നമ്മുടെ ടാർഗറ്റ് എന്താ, 25 ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യുക. ആ 27 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, 25 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് എന്ത് ചെയ്യണം, 1 മാർക്ക് വെച്ച് കിട്ടണം. എന്നാൽ തന്നെ എനിക്ക് എന്തായാലും ഞാൻ പാസ്സായി. അപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് മെൻ്റലി നമ്മളൊന്ന് ഓക്കെ ആയിട്ട് ഈ മാർക്സ് എങ്ങനെയെങ്കിലും ഗെയിൻ ചെയ്യുക എന്നുള്ളതല്ലേ. ഞാൻ നിങ്ങളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് അറിയില്ല നിങ്ങൾ പഠിക്കണ കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണല്ലോ, ഇന്ത്യയിൽ എത്രതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, മുതലാക്കുക. ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഞാനീ പറയുന്ന 8 സ്റ്റെപ്പുകൾ ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. ഒന്നാമത്തെയാണ് അണ്ടർസ്റ്റാൻഡ് യുവർ സിലബസ്, എന്താണ് ഞാൻ പഠിക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സെക്കൻഡ്,
ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. തേർഡ്, സ്റ്റഡി പ്ലാൻ വേണം. ഫോർത്ത്, സ്റ്റഡി മെറ്റീരിയൽ ഗ്യാദർ ചെയ്യണം. ഫിഫ്ത്ത്, എന്താ പറയുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കുക. സിക്സ്ത്, അതിന് പറ്റുന്ന ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണ്ടോ, നിങ്ങളെ ഫ്രണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് നിങ്ങൾ എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങളെ കയ്യിൽ നിങ്ങളെ ഹാൻഡ് റൈറ്റിങ്ങിൽ ചെയ്യണേ. ദെൻ സെവൻത്ത് ആണ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക ആൻഡ് മെൻ്റലി ഓക്കെ ആവുക. ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പാസ്സാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കരുതണ്ട. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പേപ്പർ ഫോൾഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാം എഴുതുന്നുള്ള മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോത്തെ കാണാത്ത ആളുകളാണെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാൻ റീപ്ലൈ തരാം. നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ, ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് പറഞ്ഞു, മുമ്പത്തെ വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി ഓരോരോ സബ്ജക്റ്റിലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടും ഈ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ, കൂടുതലൊരു സപ്ലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ഇട്ടോളും, ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കാം, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആണ് വിശ്വസിക്കണോ? വീഡിയോ നിങ്ങൾക്ക് റെലവൻ്റ് ആയി തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കാരണം ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളെ തോട്ട്സ് കൂടി അറിയിക്കുക. താങ്ക് യു സോ മച്ച്.